ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ. പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനുഷ്യബന്ധത്തിൻ്റെ ആഘോഷമാണ് വിഷു. ഭാരതത്തിൽ പൊതുവെ വസന്തകാലത്തിനെയും പുതുവർഷത്തിനെയും ആരംഭമാണ് വിഷു. എന്നാൽ കേരളത്തിൽ നല്ല വേനൽ ചൂട് അനുഭവപ്പെടുന്ന സമയമാണിത്. പക്ഷെ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പോൾ വേനൽ ചൂട് മാറി നല്ല ഘോരമായ മഴയാണ് വരുന്നത്. നമ്മളിപ്പോൾ പ്രകൃതിയോടുള്ള ബന്ധം വളരെ അകന്നുപോയി. നമുക്ക് ഒന്നിനോടും നന്ദിയില്ല. എല്ലാത്തിനെയും പീഡിപ്പിക്കാനുള്ള മനസ്സ് മാത്രമേ ഉള്ളൂ. എടുക്കുക എടുക്കുക എടുക്കുക. ഒരു ചിലന്തിയെ നോക്ക്, പറയും ചിലന്തി 100 മുട്ടയിടുമെന്ന് പറയും. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ചിലന്തി കുഞ്ഞുങ്ങൾ അമ്മയെ വന്ന് തിന്നും. അമ്മ അങ്ങനെ അനങ്ങാതെ ഇരുന്ന് കൊടുക്കുക, ചലിക്കുന്നത് പോലില്ല. കുഞ്ഞുങ്ങൾ വന്ന് അമ്മയെ തിന്നുമ്പം അമ്മ ചലിക്കുന്നത് പോലും ഇല്ല. തൻ്റെ മക്കൾക്ക് ആരോഗ്യകരമായ ഒരു ജീവിതം ഉണ്ടാകട്ടെ. അങ്ങനെ അമ്മയെ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത്ര ശതമാനം ശരീരത്തിന് ആരോഗ്യമായ വിറ്റാമിൻ ഉണ്ടാകും. അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മ ശരീരത്തിനെ സമർപ്പിക്കുകയാണ്. പേടിച്ചോടുകയൊന്നുമില്ല. അത് വിരിഞ്ഞു കഴിഞ്ഞാൽ അനങ്ങാതിരുന്ന് കൊടുക്കുകയാണ് തിന്നാൻ. എന്ന് വെച്ചാൽ ആ പ്രകൃതി നമുക്ക് തരുന്ന പാഠം. ചെറിയ ജീവികൾ പോലും മറ്റതിനു വേണ്ടി ത്യാഗം അനുഷ്ഠിക്കുന്നു. നമ്മൾ എന്താ ചെയ്യുന്നത്? അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത്, ഒരു കുഴിയര അണചേരുന്നു, കുട്ടികളെ സൃഷ്ടിക്കുന്നു, മരിക്കുന്നു. അതിനപ്പുറം മനുഷ്യന് ജന്മം കിട്ടി വേഗബുദ്ധി കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? കുഴിയരാണെങ്കിൽ മണ്ണിന് വളമെങ്കിലും ആകും, നമ്മളോ നശിപ്പിച്ച് പോകാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുഴിച്ചിടുമല്ലോ പലരും, അപ്പോൾ കെമിക്കലിടും. അപ്പം അതാണ് മണ്ണിന് കഷ്ടം ഉണ്ടാക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദഹിപ്പിക്കുമ്പോൾ അന്തരീക്ഷത്തിലും മലിനമാണല്ലോ. പിന്നെ പ്രകൃതിയെ പീഡിപ്പിച്ചും നശിപ്പിച്ചും പോകുന്നു. ജീവിക്കും കാലം മുഴുവൻ ലാഭത്തിന് വേണ്ടി വിഷം കൂടുതൽ ഇട്ടിട്ടിട്ടിട്ടിട്ട് മണ്ണിനെ കൊന്ന് മണ്ണ് ചാകാറായി. ക്ഷയരോഗമാണെങ്കിൽ ചികിത്സിക്കാം. ക്യാൻസറിന് ഇത്ര സ്റ്റേജ് കഴിഞ്ഞാൽ എത്ര ചികിത്സ എത്ര നാൾ ജീവിക്കും? അതേപോലെ ആയിക്കൊണ്ടൊക്കെ മണ്ണും മരിച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ ഹോസ്പിറ്റലിന് ഒരു സ്ഥലത്ത് വേസ്റ്റ് ഇടുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ റിസർച്ച് ചെയ്ത് ആദ്യം മണ്ണെടുത്ത് റിസർച്ച് ചെയ്തപ്പോൾ ആ മണ്ണ് മുഴുക്ക പോയിസമായിരുന്നു. നമ്മളവിടെ നിറയെ വൃക്ഷങ്ങൾ നട്ട് അത് കുറേ കിളിച്ച് വന്നതിന് ശേഷം അവിടെ വീണ്ടും മണ്ണെടുത്ത് ഒരു വിഷത്തിൻ്റെ അംശമേ ഇല്ല. അപ്പം വേറെ എത്ര വിഷാംശം ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നു. അന്തരീക്ഷത്തിൽ നിന്ന് എത്ര നമുക്ക് ശുദ്ധവായു തരുന്നു. അതുപോലെ ഓരോരോ ജീവികളെ നോക്കുമ്പം എന്തുമാത്രം നമ്മൾ അറിയാതെ സൂക്ഷ്മമായ രീതി സഹായിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെന്ത് ചെയ്ത് ലാഭത്തിന് വേണ്ടി കൂടുതൽ പണം ഉണ്ടാക്കാൻ വേണ്ടി 5% പട്ടിണി മരണം മാറ്റാൻ വേണ്ടി പുതിയ പുതിയ വിത്തുകളൊക്കെ സൃഷ്ടിച്ചു. ശരിയാണ്, 5% വളം ചിലപ്പോൾ വേണമായിരിക്കാം, 5% ഇങ്ങനെയുള്ള കെമിക്കൽ വേണം. 25%ഒക്കെയാണ് അടിക്കുന്നത് കൂടുതലുണ്ടാകാൻ വേണ്ടി. കൂടുതലുണ്ടാക്കുന്നെങ്കിലും ഇങ്ങനെയുള്ള വിത്തുകൾക്ക് ഇമ്മ്യൂണിറ്റി കുറവെന്ന് പറയും. വേഗം അതിന് രോഗം പിടിക്കും. ഇപ്പോൾ പുതിയ ബ്ലോക്ക് തെങ്ങ് കുറേ വർഷം നിൽക്കുകയുള്ളു, വേഗം രോഗം വരാം. പക്ഷെ പഴയ കാലത്തെ തെങ്ങ് ഇത്ര വർഷങ്ങൾ, 100 കണക്കിന് വർഷങ്ങളിലേക്ക്. ഇപ്പോഴത്തെ ചിലത് 60 വർഷം അങ്ങനെയൊക്കെ നിൽക്കത്തുള്ളൂ, 40 വർഷം 60 വർഷമുള്ള തെങ്ങും തേഞ്ഞു. പക്ഷെ നിറയെ പൂക്കും. പക്ഷെ അതിൻ്റെ അത്രയും കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വളങ്ങൾ കൊടുക്കണം.
മറ്റൊന്നുള്ള പോലല്ല. മരുന്ന് അടിച്ചു കൊടുക്കണം. മരുന്ന് മരുന്നാണ്. അതിപ്പോൾ കുളത്തിൽ മത്സ്യങ്ങളാകട്ടെ മറ്റുള്ള എല്ലാത്തിനും അങ്ങനെ തന്നെ, കോഴിയെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പട്ടിണി മരണം മാറ്റാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. പട്ടിണി മരണം ഒരുവിധം ദൂരീകരിച്ചു. പക്ഷെ നമ്മൾ കഴിക്കുന്നത് വിഷവളമായി അമിത ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. ഇപ്പുറം ലാഭം കൊയ്യുന്നു, അപ്പുറം നമുക്ക് മരണത്തിലേക്കുള്ള കുഴി തുറന്നുകൊണ്ടിരിക്കുക. മരണത്തിന് വേണ്ടിയുള്ള പെട്ടി തയ്യാറാക്കുന്ന പോലെയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിലർ പശുവിനെ വിൽക്കാൻ കൊണ്ടുപോകുമ്പോൾ പഞ്ചസാര കൂടുതൽ കൊടുക്കും. ഇത്ര ഗ്ലാസ് പാലിന് ഇത്ര രൂപ വെച്ചാണ് വില പറയുന്നത് പശയ്ക്ക്. വിൽക്കാൻ കൊണ്ടുപോകുന്ന തലേ ദിവസം ധാരാളം പഞ്ചസാര കൊടുക്കും. പഞ്ചസാര കൊടുക്കുമ്പം പിറ്റേ ദിവസം പാലൊത്തിരി കിട്ടും. അതങ്ങനെ അമിതം കൊടുക്കാൻ പാടില്ല, അത് പശുവിന് കേടാണ്. അതൊക്കെ ഒരു വിഷം കൊടുക്കുന്ന പോലെ തന്നെയാണ് അത്. അപ്പം ഇതുപോലെയാണ് നമ്മൾ അമിതമായി നമ്മൾ ചൂഷണം ചെയ്യുന്നത്. പീഡിപ്പിച്ച് 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 അന്തരീക്ഷത്തെ നശിപ്പിച്ച് മണ്ണും വിഷമായി, അതിന് വെള്ളവും മലിനമാകുന്നു. വൃക്ഷങ്ങൾ കുറഞ്ഞതുകൊണ്ട് മറ്റുള്ളതൊക്കെ കാരണം കൊണ്ട് സൂര്യൻ്റെ താപത്തിലും വിഷാംശം കൂടുതലുണ്ട് ശരീരത്തിലേക്ക്. പിന്നെ അതിനേക്കാളും വിഷമായ വാക്കുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മധുരമായ വാക്കുകൾക്ക് അതേ വായ വരുന്ന വൃത്തിയിട്ട് പറയാം. ഈശ്വരത്വം മനസ്സിലാക്കുമ്പോൾ നല്ല വാക്ക്, വിനയത്തോട് നോട്ടം, ആ കാരുണ്യത്തോട് നോട്ടം, അതുപോലെ നമുക്ക് ഓരോന്നിനും നോട്ടത്തിലും നടത്തയിലും ഭക്ഷണത്തിലും എല്ലാത്തിലും മിതം വരിക.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നിതാന്ത നിയോഗം നിലയറിയാത്ത നിതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Swamiji, when Amma says that we should learn to see death as our best friend, what do you think she means actually by that? What would be your commentary on that statement of Amma? Just before I answer that question, I wish to say something about the villagers, which I mentioned before. The villagers, not necessarily because they are wise people or knowledgeable people, that they have no fear of death. They lead a simple life, and for them, just it is almost like moment-to-moment living. They take one day at a time, so they don't think about it. So too much thinking also can create a lot of fear in you about death. And some people, become so depressed, down and depressed. They become very inactive. They cannot function because they are the fear of death. See, especially people who are, once they reach the age of 60, 65, it slowly crawls in, this thought. But the villagers, they are not even aware of that. If you ask them, how old are you? Then they say, I don't know. That is complete lack of awareness. So it's basically a question of awareness. The more the consciousness expands, the more awareness you will have. The more awareness you have, the less fearful you are. From a practical point of view, a dying man or someone who is about to leave his body, the moment of death is a moment of unthinkable emotional upsurge. And at the moment, perhaps we are in a totally confused and deluded state of mind, or there is tremendous fear, as we don't know where we are going. I mean, we don't know what's happening in his mind, if he's conscious, provided he is conscious, he or she is conscious. So, because the person could also be completely unconscious. But still, there is a little bit of that pulsation of life deep within you. So you cannot completely reject the fact that fear is still there. That emotional upsurge is still there. So, however, it is an indescribable and incomprehensible moment because we look at death from outside. We are not looking at it from inside. People like Amma, the great masters, they see it from inside. And we always view everything from outside. So it is an indescribable moment. Even to maintain a little bit of consciousness at that most critical moment demands a highly elevated state of mind. So there is a saying in Malayalam, in fact it is a borrowed idea, slightly diluted and simplified. It says Sukha-maranam. That's what I pray for. People say, I pray for Sukha-maranam. That is one of the most important prayers. Today's world, people, they don't even want to remember about death. And they think they are going to live forever. And even if when you see the death of someone else, one of your near and dear ones, you think, oh, he died, but I will live for 100 years. For a moment, you may think that, like this Mashana Vairagyam. When you go to the graveyard, when you see a funeral pyre, when you participate in a funeral, you think for a moment. But the next moment, your thought is, oh, this man died or this person died, but I will not die. At least in the near future. I still remember in my family, the elders, they used to pray. This was one of the most important prayers as far as they were concerned. Sukha-maranam means comfortable death, happy death, peaceful death, joyful death. Instead of going through the pain of death,
Because all over the world, people go through a painful death, right? I mean, hence the expression pain of death. We never hear someone saying blissful death or joyful death, happy death. No? Hence the expression pain of death. So, first of all, we should consider death as the most important event in our life. We always celebrate birth, but never celebrate death. So as Amma says, every birthday is a death day also. So the ancient masters say that life should also be a preparation to die. Because it is the most crucial moment. You know, whatever you have accumulated, all the pain you have accumulated, all the grief, all the melancholy, that will be concentrated in one single point, and that pain you cannot even imagine. So, pray for a comfortable death, a peaceful death. Why? Because it is an extraordinarily intense point. It is the time when the most dreaded thing, death, comes to snatch everything that we thought was ours. In the Western society, I would always say their past is more intense than, Indians. I'm not generalizing it, but in many cases, as soon as the child is born, or when the mother is pregnant, or maybe the child is 2 years, 3 years, 5 years old, the parents get separated, divorced. And the father lives in Florida and the mother lives in California. And this little child, from the age of 5, or maybe the age of 3 or 2 or 1, is being shuttled back and forth. And the child sees the conflict between the parents, the anger, intense emotions, the hatred, the constant fight, the bad words, and just imagine the pain that this child accumulates. It is unimaginable, the tremendous, the intensity of the pain that the past that a person carries. But in India, we don't have that intensity for our past. So what I'm trying to say is that pain of death is extremely intense beyond our imagination, and there are no words to describe. So Amma says children, the desire to survive and the fear of death are natural. Humans fear death because with the death we lose everything. And this is where Krishna's statement is very important. Arjuna, you are not going to perish. You think you are going to die, everything is going to disappear. No, it's just, as Amma says, it's just a period before writing the next sentence. So death is not total annihilation, it is the flowering of life.